ഗീബത്ത് പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആരെക്കുറിച്ചാണോ നമ്മൾ ഗീബത്ത് പറയുന്നത് ആ വ്യക്തിയുടെ മഹത്വം അനുസരിച്ച് അതിന്റെ ഗൗരവം കൂടും. നമ്മളൊരു പണ്ഡിതനെ കുറിച്ചാണ് ഗീബത്ത് പറയുന്നതെങ്കിൽ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ഒരു ഭരണാധികാരിയെക്കുറിച്ചാണ്, ഒരു മുസ്ലിം ഭരണാധികാരിയെക്കുറിച്ചാണ് നമ്മൾ മോശം പറയുന്നതെങ്കിൽ അവനെക്കുറിച്ച് ഉള്ളത് തന്നെ പറയുന്നതാണെങ്കിലും അതിന്റെ ഗൗരവം കൂടും. അതുപോലെ തന്നെ മരിച്ചവരെ കുറിച്ചാണ് ഗീബത്ത് പറയണമെങ്കിൽ അതിനും ഗൗരവം കൂടും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചവരെ കുറിച്ച് ഗീബത്ത് പറയുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശം പറയുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് കാണാം, ഇദാ മാത സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ഫജഊഹു, നിങ്ങൾ അവരെ വിട്ടേക്കുക, വലാ തഖഉ ഫീഹി, പിന്നെ അവനെക്കുറിച്ച് അവന്റെ അഭിമാനം പിച്ചു ചെയ്യുന്ന വർത്തമാനം പറയരുത്. അവൻ ചിലപ്പോൾ മോശക്കാരനായിരിക്കും, പക്ഷെ മരിച്ചവരെ കുറിച്ച് പറയരുത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, എന്തുകൊണ്ടാണ് ഈ മരിച്ചവരെ കുറിച്ച് ഗീബത്ത് പറയാന്നുള്ളത് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ഗീബത്ത് പറയുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഗീബത്തുൽ മുസ്ലിമിൽ മയ്യിതി അഫ്ഹശു മിൻ ഗീബത്തിൽ ഹയ്യി വഅശദ്ദു, ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുന്നതിനേക്കാൾ മോശമാണ്, ഗൗരവപ്പെട്ട കാര്യമാണ് മരിച്ച ആളെ കുറിച്ച് ഗീബത്ത് പറയാന്നുള്ളത്. കാരണം ലിഅന്ന അഖ്ബൽ ഹയ്യി വസ്തിഹ്ലാലഹു മുംകിൻ, മരണപ്പെടാത്ത ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഗീബത്ത് പറഞ്ഞതെങ്കിൽ നമുക്ക് അവനോട് പോയിട്ട് മാപ്പ് ചോദിക്കാം, അവനോട് പൊരുത്തപ്പെടിക്കാം. പക്ഷേ ബിഖിലാഫിൽ മയ്യിത്ത്, മയ്യിത്തിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളോട് പൊരുത്തപ്പെടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മരിച്ചവരെ കുറിച്ച് ഗീബത്ത് പറയാനുള്ളത് കുറച്ചും കൂടി ഗൗരവമുള്ള വിഷയമാണ്. പണ്ഡിതന്മാരെ കുറിച്ച് ഗീബത്ത് പറയാനുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. സലഫുകൾ പറഞ്ഞത് കാണാം, ലുഹൂമുൽ ഉലമാഇ മസ്മൂമ, പണ്ഡിതന്മാരുടെ മാംസം എന്ന് പറഞ്ഞാൽ അത് വിഷം പുരണ്ടതാണ്. മൻ ശമ്മഹ മരിദ, ആരെങ്കിലും അത് വാസനിച്ചാൽ തന്നെ രോഗിയാകും, അവന്റെ ഹൃദയം കേടാകും. വൈൻ അഖലഹ മാത, ഇനി അവൻ ആ പണ്ഡിതന്മാരുടെ മാംസം തിന്നാലോ അവൻ ചത്തുപോകും, അവന്റെ ഹൃദയം കേടുവന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ അള്ളാഹു ആദരിച്ചവരാണ്. അവർ അമ്പിയാക്കന്മാരുടെ യഥാർത്ഥ പണ്ഡിതന്മാർ, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന, ബിദ്അത്തിനെ ശക്തമായി എതിർക്കുന്ന ഹഖിന്റെ ഉലമാക്കൾ, അവരെന്ന് പറഞ്ഞാൽ അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അവരെക്കുറിച്ച് മോശം സംസാരിക്കുക എന്നുള്ളത് അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ ഭരണാധികാരികളെ കുറിച്ച് ഇസ്ലാമിൽ വളരെ സുപ്രധാനമായ വിഷയമാണ്. ഹുക്കാമുകളായിട്ടുള്ള മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് അവരോട് പാലിക്കേണ്ട മര്യാദകൾ, അവർ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരോട് എങ്ങനെയാണ്, അവരുടെ തിന്മ എങ്ങനെയാണ് എതിർക്കേണ്ടതൊക്കെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സാധാരണക്കാരും നാട്ടിലൂടെ അവർ ചെയ്യുന്ന തെറ്റുകൾ പാടിപ്പറഞ്ഞ് നടക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച അദബല്ല. അതിനൊക്കെ കൃത്യമായ അദബുകൾ ഇസ്ലാം പഠിപ്പിക്കും. ഇപ്പൊ സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ ഇസ്ലാമിക ഭരണകൂടമാണ്, പക്ഷെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിരന്തരം സംസാരിക്കുന്ന ആളുകൾ, തീർച്ചയായും അത് തെറ്റാണ്. അവർ ചെയ്യുന്ന കാര്യം തന്നെയാണെങ്കിലും അത് ഗീബത്തിൽ പെടും. ഉമറാക്കളെ കുറിച്ച്, ഹുക്കാമുകളെ കുറിച്ച് മോശം പറയുക എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ്. പ്രത്യേകിച്ച് ഭരണാധികാരികളെ കുറിച്ച് പറയുക എന്നുള്ളത്, നമ്മളത് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അവരെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളുടെ നന്മ അവരിലേക്ക് പോകും. നമ്മൾ ഗീബത്ത് ചെയ്ത കുറ്റം കിട്ടുമെന്നല്ലാതെ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, സുപ്രധാനമായ വിഷയമാണ് മുസ്ലിം ഭരണാധികാരികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അവർ ചെയ്യുന്നത് ഒരു പക്ഷേ തിന്മയാകണം, അത് നമ്മൾ പറഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ചെയ്യുന്ന എത്ര ഖൈറാത്തുകളുണ്ട് അത് നമുക്ക് പറയാം. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഗീബത്ത് ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് കുറച്ചുകൂടി സമൂഹത്തിൽ വിലയുള്ള, അല്ലെങ്കിൽ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രേഷ്ഠത കൊടുത്തുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ ഗീബത്ത് പറയുന്നത്. ഇതിന്റെ ഗൗരവം കൂടും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് മോശം പറയാൻ താല്പര്യപ്പെടുന്ന ആളുകളായി മാറില്ല വേണ്ടത്. മറിച്ച് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന, അവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നമ്മൾ അവരെക്കുറിച്ച് മോശം പറയുന്നത് തെറ്റാണ് എന്നുള്ളത് പോലെ തന്നെ അവരെക്കുറിച്ച് നല്ലത് പറയുക, അവരെ സംരക്ഷിക്കുക, അവരുടെ അസാന്നിധ്യത്തിൽ അവരെ സംരക്ഷിക്കുക. ആരെങ്കിലും ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുന്നെങ്കിൽ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞ് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ്, ചെറിയ കൂലിയൊന്നുമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ദബ്ബ അൻ ഇർദി അഖീഹി ബിൽ ഗീബ, തന്റെ സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും സംരക്ഷിച്ചാൽ, ബിൽ ഗീബ, ആരെങ്കിലും ഗീബത്ത് പറയുന്ന സമയത്ത് അവനെ ആ ഗീബത്ത് പറഞ്ഞ വ്യക്തിക്ക് തിരുത്തി കൊടുത്തുകൊണ്ട് തന്റെ സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും സംരക്ഷിച്ചാൽ, കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുഅ്തിഖഹു മിനൻ നാർ, അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കളയുമെന്നാണ്. അപ്പൊ തന്റെ സഹോദരന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യം, അയാൾ നല്ല മനുഷ്യനാണ്. അങ്ങനെ പറയാൻ പറ്റുന്നിടത്ത് നമ്മൾ പറഞ്ഞ് അവരെ തിരുത്തി കൊടുത്താൽ നമ്മൾക്ക് ലഭിക്കുന്നത് സ്വർഗമാണ്, നരകമോചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദ അൻ ഇർദി അഖീഹി, ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനം ക്ഷതം വരുത്തുന്ന സമയത്ത് അവൻ എതിർത്തുകൊണ്ട് ശക്തമായ രൂപത്തിൽ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനെ സംരക്ഷിച്ചാൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി النار يوم القيامة, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവന്റെ മുഖത്തെയും നരകത്തെ തൊട്ട് തടയും. തന്റെ സഹോദരനെ കുറിച്ച് മോശം പറഞ്ഞു പറയല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു. അവന്റെ അഭിമാനം സംരക്ഷിച്ചാൽ അതിന് പകരം അല്ലാഹു കൊടുക്കുന്നത് നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അല്ലാഹു തടയുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസിൽ കാണാം, മൻ നസറ അഖാഹുൽ മുസ്ലിമ ബിൽ ഗൈബ്, തന്റെ സഹോദരൻ മുസ്ലിമായ സഹോദരനെ അവന്റെ അസാന്നിധ്യത്തിൽ വെച്ച് ആരെങ്കിലും സഹായിച്ചാൽ, എങ്ങനെയാണ് ഒരു സഹോദരനെ അവന്റെ അസാന്നിധ്യത്തിൽ വെച്ച് സഹായിക്കുക? അവനെക്കുറിച്ച് മോശം പറയുന്ന സമയത്ത് നമ്മളത് തിരുത്തി കൊടുത്തു, അവനെക്കുറിച്ച് നല്ലത് പറഞ്ഞ് അവനെക്കുറിച്ചുള്ള മോശം ഇമേജ് നമ്മൾ മാറ്റിക്കൊടുത്തു. അങ്ങനെ തന്റെ സഹോദരൻ ആരെങ്കിലും സഹായിച്ചാൽ നസറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹു ദുനിയാവിലും പരലോകത്തും അവനെ സഹായിക്കും. ഇതൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? നമ്മളൊരാളെ കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ടുള്ള നഷ്ടം മൊത്തം നമ്മൾക്കാണ്. നമ്മുടെ കൂലി അവന് പോവുകയാണ്, അല്ലെങ്കിൽ അവന്റെ ചിന്മ നമ്മിലേക്ക് വരികയാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? ഒരാളെ കുറിച്ച് നല്ലത് പറയാനും അവന്റെ നന്മകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് അവന്റെ അഭിമാനം സംരക്ഷിക്കേണ്ട ബാധ്യതയാണ്. ഒരു മുസ്ലിമിന്റെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിനാണ് നമ്മൾ താല്പര്യം കാണിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ കുറവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അയ്ബാക്കുന്ന മോശമാക്കുന്ന വർത്താനം പറയുന്നതിലല്ല നമ്മൾക്ക് താല്പര്യം ഉണ്ടാകേണ്ടത്. അവരെക്കുറിച്ച് നല്ലത് പറയാൻ, അവരെക്കുറിച്ച് മോശം പറയുന്നവർക്ക് തിരുത്തി കൊടുക്കാൻ ആ ഒരു മനസ്സാണ് ഉണ്ടാകേണ്ടത്. ആരെങ്കിലും വല്ലവരെയും കുറിച്ച് ഗീബത്ത് പറയുമ്പോൾ അതിനെ നമ്മൾക്ക് എതിർക്കാൻ സാധിക്കണം. അതിങ്ങനെ കേട്ടിരുന്ന് അതിൽ മനസ്സിൽ സുഖിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത്തരം ചിന്മയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടുനിൽക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിൽ അല്ലാഹു തആല ഹറാമാക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്മയാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള തിന്മകളെ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കണം. ആ ഒരു മനസ്സ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകളോട് അതിയായ ഇഷ്ടമുള്ള ഹൃദയം അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെ ചിന്മകളുണ്ടോ ആ ചിന്മകളൊക്കെ അങ്ങേയറ്റം വെറുക്കുന്ന വല്ലാത്ത മനസ്സിന്റെ ഉടമകളായി അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വല്ലവനും ഗീബത്ത് പറയുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കാൻ നമ്മൾ എതിർക്കണം, പറഞ്ഞു കൊടുക്കണം. തെറ്റാണ്. ചിലപ്പോ ഇതൊക്കെ ശീലിച്ചതുകൊണ്ട് നമ്മൾക്കൊക്കെ സംഭവിക്കും. നമ്മൾ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അയാൾ നിർത്തും, ചിലപ്പോൾ അറിയാതെ പറയായിരിക്കും, പെട്ടെന്ന് പറഞ്ഞു പോവുകയായിരിക്കും. നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അവർ നിർത്തുന്നില്ലെങ്കിൽ ആ സദസ്സിൽ നമ്മൾ പിന്മാറണം. അല്ലെങ്കിൽ ആ ഗീബത്ത് കേട്ടതിന്റെ കുറ്റം നമ്മൾക്കുണ്ടാകും. അല്ലാഹു തആല നമ്മെല്ലാം നമ്മുടെ നാവും കാതും കണ്ണും എല്ലാം അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.